മുംബൈ സപ്തസ്വരയുടെ പ്രഥമ നാടകം സ്വാതി തിരുനാൾ. അഭിവന്ദ്യരായ കലാസ്നേഹികളെ, ഭരണസാമർഥ്യം കൊണ്ടും പ്രജാക്ഷേമ താൽപര്യം കൊണ്ടും വിശുദ്ധമായ കലോപാസന കൊണ്ടും ദൃഢമായ സ്വാതന്ത്ര്യ ബോധം കൊണ്ടും തിരുവിതാംകൂർ ചരിത്രത്തിലെ അനുഗ്രഹീതനായ മഹാരാജാവ് ശ്രീ സ്വാതി തിരുനാൾ നാളുകൾ ചെല്ലുന്തോറും കൂടുതൽ സമാരാധ്യനായി തീരുകയാണ്. പക്ഷേ ആ ഹ്രസ്വ ജീവിതം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വപ്രസിദ്ധ നാടകങ്ങളിലെ ഉദാത്ത ദുരന്ത നായകന്മാരെയാണ്. ആ നായകന്മാരുടെ ദുരന്ത അന്ത്യത്തിന് കാരണം അവരുടെ സ്വഭാവ സംവിധാനത്തിലെ ഒരയഞ്ഞ ഘടകമായ ദുർബലതയാണ്. പക്ഷെ സ്വാതി തിരുനാളിന്റെ ദുരന്ത ഹേതു അദ്ദേഹത്തിന്റെ സ്വഭാവ പ്രകൃതിയിൽ ഏറ്റവും തിളങ്ങി നിന്നിരുന്ന വിശേഷ ഘടകമായ അദമ്യമായ സ്വാതന്ത്ര്യ അഭിവാഞ്ഛയാണ്. ദീർഘദൃഷ്ടിയില്ലാത്ത ചരിത്രകാരന്മാരുടെ വളച്ചൊടിക്കലുകളിൽപ്പെട്ട് തെറ്റിദ്ധാരണകളുടെ കടും വിഷമേറ്റ് മങ്ങിക്കിടക്കുന്ന സ്വാതി തിരുനാളിന്റെ ദിവ്യ ജീവിത സത്തയെ അതിന്റെ പവിത്രതയോടെ രംഗവേദിയിലെ പരിമിതമായ ഉപാധികൾ ആത്മാർപ്പണത്തോടെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി ദീപ്തമാക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ആ ധന്യ ജീവിതത്തിന്റെ അനശ്വരമായ അന്തസത്ത ആത്മനിർവൃതിയോടെ ഞങ്ങൾ രംഗവേദിയിലേക്ക് പകർത്തുകയാണ്. യഥാർത്ഥ കല എന്നും ആസ്വദിച്ചിട്ടുള്ള നിങ്ങൾ ഏവരും പൂർണ്ണ സഹകരണത്തോടെ ഈ സംരംഭത്തെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മുംബൈ സപ്തസ്വര സ്വാഭിമാനം സമർപ്പിക്കുന്നു സ്വാതി തിരുനാൾ. വർഷമേഘം ചന്ദ്രമയിൽ പോലെയാടി
വണ്ടിയൊരു പത്മനാഭരണി വിളിക്കുമ്പോൾ വിളികൾ